ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. ചിലർക്ക് വിട്ടുമാറാത്ത ഭയം, ചിലർക്ക് തോരാത്ത കണ്ണുനീര്, മറ്റു ചിലർ അനർത്ഥങ്ങളെ മുഖാമുഖം കാണുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലൊന്ന് എളിമപ്പെടാൻ തയ്യാറായാൽ, ഞാൻ വീണ്ടും ആ പദം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എളിമപ്പെടാൻ തയ്യാറായാൽ നമ്മുടെ നിലവിളിയെങ്കിൽ കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിച്ച് നിശ്ചയമായി രക്ഷിക്കും. ഞാനിത് വെറുതെ പറയുന്ന വാക്കുകളല്ല. എളിമപ്പെടുക എന്ന് പറയുന്ന ആ ഒരു പദം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു മെസ്സേജ് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 34-ാം സങ്കീർത്തനം അത്ഭുതകരമായ ദൈവിക വിടുതലുകളുടെ ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിൽ ഭയത്തിൽ നിന്നുള്ള വിടുതൽ 4-ാമത്തെ വാക്യം, കണ്ണുനീരിൽ നിന്നുള്ള വിടുതൽ 6-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം അനർത്ഥങ്ങളിൽ നിന്നുള്ള വിടുതൽ. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും ദൈവം ഇന്നും നമ്മളെ വിടുവിക്കുവാൻ ശക്തനാണ്. ആ ഒരു ദൈവിക വിടുതൽ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എളിമപ്പെടുവാനും നമ്മളെ തന്നെ താഴ്ത്താനും കരയാനും തയ്യാറാകണം. ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ദാവീദ് എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യൻ കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലർ കടന്നു പോകുന്നുണ്ടാകാം, ചിലർ പോയിട്ടുണ്ടാകാം. കാരണം ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള പല കമൻറ്റുകളും ശ്രദ്ധിക്കുമ്പോൾ ചിലർ അവരുടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചിലർ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഞാൻ കടന്നുപോയി, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് തരുന്ന പ്രചോദനം വലുതാണ്. അപ്പം ഈ ഒരു സങ്കീർത്തനം ശരിക്കും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കുള്ള ഒരു നന്ദി കരകയറ്റലാണ്. എന്താണ് ദൈവം ചെയ്ത ഉപകാരം? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഒരു രാജാവാകാൻ വിളിയുണ്ടായിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടുന്ന ഒരു മറ്റൊരു ഗതിയുമില്ലാത്ത ഒരു സന്ദർഭത്തിലെത്തി. ഈ ചിലര് ചോദിക്കും, ഈ ദാവീദ് അബീമലേക്കിന്റെ മുമ്പിൽ പോയി നിന്ന് ഈ ഭ്രാന്തനെ പോലെ അഭിനയിച്ചത് തെറ്റല്ലേ? ഒരു ദൈവപൈതലിന് ചേർന്നതാണോ? ദൈവം അതിനെ ഒരിക്കലും നീതീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് ദാവീദ് ചെയ്തത് ശരിയാണെന്ന് പറയുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ദാവീദിനെ ദൈവം ശിക്ഷ വിധിക്കുന്നതായിട്ടും കാണുന്നില്ല. കാരണം ദാവീദ് മറ്റ് ഗത്യന്തരമൊന്നുമില്ലാതെ ആ സ്ഥാനത്ത് ചെയ്തു പോയതാണ്. നമ്മളും ചില സമയങ്ങളിൽ ഗതി കിട്ടാതെ വരുമ്പോൾ നമ്മൾ അതായത് നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സാഹചര്യങ്ങളിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ദൈവം ക്ഷമിക്കുകയും നമ്മളെ ഓർപ്പിക്കുകയും നമ്മൾ ദൈവസന്നിധിയിൽ അതൊക്കെ ഓർത്തൊന്ന് ക്രമീകരിക്കുവാനും ഒക്കെ ഇടയായി തീരട്ടെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ. 34-ാം സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ അബീമലേക്കിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ എഴുതിയൊരു സങ്കീർത്തനമാണ്. ഞാൻ അതിൻ്റെ പശ്ചാത്തലങ്ങൾ വളരെ വേഗം ഒന്ന് പറഞ്ഞിട്ട് ഈ സങ്കീർത്തനത്തിലേക്ക് പോവുകയാണ്. ഈ ദാവീദ് അബീമലേക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ച ആ ഒരു ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലാണ്. പക്ഷെ ഞാൻ അതിൻ്റെ തൊട്ടു പിന്നിലുള്ള അധ്യായങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നിട്ടും ആ ദൈവമനുഷ്യന്റെ ഓട്ടം, ആ ഓട്ടം എന്ന് പറയുന്നത് സാധാരണ ഒരു ഓട്ടമായിരുന്നില്ല, ലക്ഷ്യമില്ലാതെയുള്ള ഓട്ടമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചുവടുകൾ വെക്കണമെന്നറിയത്തില്ല, നാളെ എന്തായി തീരുമെന്നറിയത്തില്ല. 1 ശമൂവേൽ 18-19 അധ്യായം തൊട്ട് തുടങ്ങിയ ഓട്ടമാണ്. ശരിക്കും കള്ളനും പോലീസ് വന്നതുപോലെ ദാവീദ് ഓടുന്നു, ദാവീദിനെ പിടിക്കാൻ ശൗല് പുറകിൽ യാത്ര ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ പോലും
ശൗലിന്റെ കൈകളിൽ ദാവീദിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഓടാറുണ്ട്. എന്തായി തീരും, എവിടെ എത്തും, ഭാവി എന്തോ ആയി തീരും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ദൈവാശ്രയം നമുക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ കരയുന്ന നിലവിളിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ തകർന്നു പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അക്കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ഇവിടെ വന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതാനുഭവം പറഞ്ഞാൽ എന്തോ ആയി തീരും, എന്തായി തീരും എന്നൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങൾ. പക്ഷെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. നമ്മളെല്ലാം ദൈവം കരുതുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തില്ലേ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഓടുകയാണ്, ഓടി 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 ഇസ്രായേലിൽ തനിക്ക് നിൽക്കാൻ പറ്റാതെ ഫെലിസ്തീ രാജാവായ അല്ലെങ്കിൽ ഫെലിസ്തീൻ ഗത്തിൽ ഈ അബീമലേക്കിന്റെ അല്ലെങ്കിൽ ആഖീഷിന്റെ അരികിലേക്ക് എത്തി. ഈ ആഖീഷ് അബീമലേക്ക് ഈ രണ്ട് പദവും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അത് രണ്ടും ഒരാൾ തന്നെയാണ്. ഒന്നൊരു സ്ഥാനപ്പേരും രണ്ടൊരു പേഴ്സണൽ നെയിമായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആൾക്കാർ ഇദ്ദേഹത്തെ തിരിച്ചറിയുകയാണ്. ആദ്യം ഇവൻ ദാവീദല്ലേ, ഇവനല്ലേ പിന്നെ ഞങ്ങളുടെ നേതാവിനെ കൊന്നത്. പക്ഷെ ദാവീദിന് ദൈവം കൊടുത്ത ബുദ്ധിയാണോ താൻ ചെയ്താണോ എന്നൊന്നും അറിയില്ല. എന്തായാലും താന് ഒരു പ്രാന്തനെ പോലെ തുപ്പലെല്ലാം ഒലിപ്പിച്ച് ഒരു പ്രാന്തങ്ങ് കാണിച്ചു. അപ്പം ഇദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് കരുതി അവരവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പിന്നീടാണ് അദ്ദേഹം അവിടുന്ന് അതുല്ലാം ഗുഹയിലേക്ക് എത്തുന്നത്. അതുല്ലാം ഗുഹയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 400ഓളം കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ദരിദ്രന്മാർ ഇവരെല്ലാം ദാവീദിന്റെ കൂട്ടാളികളായി തീർന്നു. ശരിക്കും ദാവീദ് ആദ്യം രാജാവാകുന്നത് അവർക്കാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ സങ്കീർത്തനത്തിൽ ഇദ്ദേഹം ദൈവിക വിടുതലുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. 2, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്താ കാര്യം? ഞാനൊരു കാര്യം പറയാം. യഥാർത്ഥമായ ദൈവിക വിടുതലുകൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ പണവും നമ്മുടെ പദവിയും നമ്മുടെ പ്രശസ്തിയും നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ സൗന്ദര്യവും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നുമല്ലാതെയാകണം. കാരണം നമ്മുടെ പ്രശംസയും നമ്മുടെ സ്വയാശ്രയവും നമ്മുടെ മഹത്വവും ഒക്കെ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ദൈവം നമ്മിൽ പ്രവർത്തിക്കില്ല. വേദപുസ്തകം മുഴുവനും വായിച്ചു പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മുമ്പാകെ പ്രശംസിക്കുവാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ കഴിവിലോ നമ്മുടെ പണത്തിലോ ഒന്നിലും നമ്മൾ പ്രശംസിക്കരുത്. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെയുള്ള മെസ്സേജുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവം മുമ്പിലേക്ക് പോകും. എന്താ? എൻ്റെ നിസ്സഹായതയിൽ ഞാൻ ദൈവത്തോട് സഹായം ചോദിക്കുകയല്ലേ. എന്നെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പിന്നെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ ഒന്നുമില്ലാതാകുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാം. നമ്മൾ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ പ്രശംസിച്ച് അതിൽ നമ്മൾ പിടിച്ചു നിന്നാൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ദൈവം കുറച്ചങ്ങോട്ട് മാറി നിൽക്കും. മാറി നിന്നിട്ട് പറയും, മോനെ നീ അതിൻ്റെ അകത്ത് പോയി നീ പരാജയപ്പെട്ട് നീ ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നീ തിരിച്ചു വാ. നീ ആ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം. സത്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ദാവീദ് ശരിക്കും എളിമപ്പെട്ടു പോയി. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടുന്ന ഒരു ലെസണാണ്. നമ്മൾ ദൈവസന്നിധി താഴുക, ഒന്നുമില്ലാതെയാകുക. കർത്താവെ ഞാൻ ഏതുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മളെ തന്നെ ദൈവം മുമ്പാകെ താഴ്ത്തുക. അതിൻ്റെ അർത്ഥം നിലത്തിരിക്കണമെന്നോ നിലത്ത് കിടക്കണമെന്നോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവം മുമ്പിൽ നമ്മൾ താഴുക. ഈ സങ്കീർത്തനത്തിൽ ഏറ്റവും കുറഞ്ഞത് 3 തരത്തിലുള്ള ദൈവിക വിടുതലുകളെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് 4-ാമത്തെ വാക്യമാണ്, സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം. 2, 6-ാമത്തെ വാക്യമാണ്,
കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. അടുത്തത് 19 വാക്യമാണ്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. അപ്പം ഇന്ന് ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഭയമാണ്, ആങ്സൈറ്റിയാണ്. നാളെ എന്തോ ആയിത്തീരും എന്നുള്ളത്. അപ്പം ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, കൂട്ടുന്നതാണ്, ഇല്ലേ? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണമെന്നുള്ളതാണ്. ഇനിയും ഒരു ആത്മീക അർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ഈ ആത്മീക ശുശ്രൂഷകളിൽ ദീർഘനാളുകളായി പലരോടും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഭയം എന്ന് പറയുന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. ഭയം എന്ന് പറയുന്നത്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ആ സമയം കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ട്. അപ്പം അന്ന് അത്ര വലിയ ആത്മീക വെളിപ്പാടുകളൊന്നുമില്ല, കുറെ പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ ഇരിക്കും. ഒരു രാത്രിയിൽ ഒരു ഭയം എന്നെ തട്ടി. ആ ഒരു ഭയം യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ആ ഒരു ഭയം എന്നെ കീഴ്പ്പെടുത്താൻ വരുന്നത് പോലെ മനസ്സിലായി. പക്ഷെ എങ്ങനെയോ കൃപയാൽ പിറ്റേ ദിവസം വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് റിക്കവറായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. ആ ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഭയമുണ്ടായി. പെട്ടെന്നൊരു ഭയം ഒരു സന്ധ്യാസമയത്ത് അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹം പറയുന്നത്, എന്നെ അടിച്ചു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്കത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതെന്തായിരുന്നെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്നെ പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, വാട്സാപ്പിൽ അയച്ചാൽ മതി, ഞാൻ നിങ്ങളോട് പറയാം. അത് ഒരു ദൈവപൈതൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിൻ്റെ അകത്ത് അദ്ദേഹം ഇടപെട്ടു. അത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് കരുതുന്നൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഇടപെട്ട് കുറച്ച് നാളുകൾ അദ്ദേഹം മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്നൊരു ഭയം വന്നു. അദ്ദേഹം മാനസിക രോഗിയായി മാറി. അപ്പൊ ശരിക്കും ഭയം എന്ന് പറയുന്നത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ്. ഞാനൊരു കാര്യം പറയാം, ഭയം വരാനുള്ള വഴി നമ്മൾ തുറന്നിടരുത്. നമ്മൾ വിശുദ്ധിയും വേർപാടും ദൈവകൃപയും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ തുറന്നിടുന്ന വാതിലുകളാണ്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വാതിലുകളൊന്നും അദ്ദേഹം തുറന്നിടാതെ നേരിട്ട ഭയത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെ, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ വിടുവിച്ചു. 4ാമത്തെ വാക്യമാണ്, സകല ഭയങ്ങളിൽ നിന്നും. അപ്പൊ ഞാൻ പറയട്ടെ, ആമേൻ, ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറായാൽ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്തത്, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. നമ്മളൊന്ന് എളിമപ്പെടാൻ തയ്യാറാകുക. ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ വചനം കേട്ട് ദൈവസന്നിധിയിൽ നമ്മളൊന്ന് എളിമപ്പെടാൻ തയ്യാറാകണം. ഈ ഉപവാസം എന്നൊക്കെ പറയുന്നതും ദൈവസന്നിധി താഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ആ ഒരു നല്ല ശീലം നമുക്കുണ്ടാകട്ടെ. ഞാൻ ദൈവദാസന്മാരാരെങ്കിലുമൊക്കെ ക്രമീകരണത്തിൻ്റെ ദൂതുകൾ പറയുമ്പോൾ ഞാൻ ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന്, ദൈവമേ താഴ്ത്തുന്ന ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. നമ്മൾ ദൈവവചനത്തോട് മറുതലിക്കുകയല്ല. ഒരു കൊച്ചു കുട്ടി വന്ന്, ഒരു കൊച്ചു കുഞ്ഞു വന്ന് നമ്മളോടൊരു ദൈവാലോചന പറഞ്ഞാൽ, ഒരു ദൈവവചനം പറഞ്ഞാൽ, പ്രായം നോക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ആരാണെന്ന് നോക്കാതെ, ആ വ്യക്തിയെ നോക്കാതെ നമ്മളോട് ദൈവത്തിന് സംസാരിപ്പാനായിട്ടുള്ള ആ ഒരു ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങാൻ തയ്യാറായാൽ, ആമേൻ, മറുതലിക്കാതെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും, ദൈവിക വിടുതലായി മാറും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക, തന്നെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സിംഹത്തിന്റെ കുഞ്ഞുങ്ങൾ പോലും പട്ടിണി കിടന്നാലും ഒരു ദൈവ പൈതൽ
അവൻ ഭക്തനാണെങ്കിൽ, വിശ്വസ്തനാണെങ്കിൽ കരുതുന്നൊരു ദൈവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമുക്കൊരു വിശ്വാസികളല്ല, നമുക്കൊരു ഭക്തന്മാരായി ദൈവസന്നിധിയിൽ തീരാം. ഇനി 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാവിനെ സൂക്ഷിക്കുക, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വേർപാടിനെ കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഞാൻ അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. നമ്മുടെ മനസ്സ് ശരിക്കും തകരണം, നമ്മുടെ ഹൃദയം ഉടയപ്പെടണം. ഞാൻ എന്നുള്ള ഭാവം, എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ധാരണ ഒന്നും നടക്കത്തില്ല. നമുക്ക് വെറുതെയാണ്. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി തന്നെ നമ്മൾ നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഉന്നതിയിൽ ജീവിച്ച, നിഗളികളും അഹങ്കാരികളുമായി ജീവിച്ച എത്രയോ ആളുകളുടെ പതനം നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അലക്സാണ്ടർ പോലും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്, കടലേ, സമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. പക്ഷെ നല്ല പ്രായത്തിൽ കൊതുക് കടിച്ച് അദ്ദേഹം മരണപ്പെട്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? മലേറിയ പിടിച്ച് മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനപ്പുറത്ത്, നമ്മുടെ സമ്പത്തിനപ്പുറത്ത്, നമ്മുടെ സൗന്ദര്യത്തിനപ്പുറത്ത് നമ്മളെ കരുതുന്ന, നമ്മളെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് എത്രയും ദൈവസന്നിധി നമുക്കൊന്ന് താഴ്ത്താൻ പറ്റുന്നു, അത്രത്തോളം ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവിക വിടുതലുകളുടെ ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ കഷ്ടതയെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഈ സങ്കീർത്തനം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും അവിടുത്തെ നാവിന്മേലിരിക്കും. ഈ പല സമയങ്ങളിലും നമ്മൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാതെ കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നവരാണ്. കിട്ടിയതിന് പല സമയത്ത് നമ്മൾ നന്ദി പറയാൻ മറന്നുപോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, കിട്ടിയതിന് നമ്മൾ നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഒരു ഉപകാരമെങ്കിലും ദൈവം ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ഇല്ലേ? ആ ഉപകാരങ്ങൾക്കൊക്കെ നന്ദി പറയുക. എങ്ങനെ നന്ദി പറയണം? എല്ലാ കാലത്തും ഞാൻ അവിടുത്തെ സ്തുതിക്കും, എപ്പോഴും എൻ്റെ നാവിൽ ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. അപ്പം ആത്മാർത്ഥമായി ഹൃദയം കൊണ്ടും നാവുകൊണ്ടും എല്ലാം ദൈവത്തിന് നന്ദി പറയുന്നവരായി നമുക്ക് കഴിയുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, അനുഭവത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 20-ാമത്തെ വാക്യം, അവിടുത്തെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകത്തില്ല. ദൈവഭക്തന്മാരുടെ അസ്ഥി ഒടിയത്തില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അസ്ഥി ഒടിയാം. ശരിക്കും ഇതൊരു പ്രവചനമാണ്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടുത്തെ അസ്ഥികളൊന്നും ഒടിഞ്ഞുപോയില്ല എന്ന് ഉള്ള ഒരു പ്രവചന നിവർത്തിയാണ് ഇതപ്പോൾ ഒരു പ്രവചന ഭാഗം തന്നെയാണ്. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. നീതിമാന്റെ പ്രാണനെ യഹോവ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർക്കറിയാം, സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം തന്റെ ദാസന്മാരിലൂടെയും ഒക്കെ ദൈവം ആലോചനകളെ നമുക്ക് നൽകി തന്ന് നമ്മളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ ശരണമാക്കുന്ന ഒരാൾ പോലും ശിക്ഷ അനുഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിനെ നമുക്ക് ശരണമാക്കാം, അവിടുത്തെ പാദപീഠത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 3 തരത്തിലുള്ള വിടുതലുകളാണ് ഞാൻ പറഞ്ഞത്. ഭയത്തിൽ നിന്നുള്ള വിടുതല്, കഷ്ടതകളിൽ നിന്നുള്ള വിടുതല്, അനർത്ഥങ്ങളിൽ നിന്നുള്ള വിടുതൽ. ഈ അത്ഭുതകരമായ വിടുതലുകളുടെ സാക്ഷ്യമാണ് ഞാൻ ഈ പറഞ്ഞ സങ്കീർത്തനം. ഇന്നും ദൈവപ്രവർത്തികൾ നിലച്ചു പോയിട്ടില്ല.
എളിമപ്പെടാൻ, ആശ്രയിക്കാൻ അതെ തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ ഇവരെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.